ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 5-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും 9-ാമത്തെ വാക്യവും വായിക്കുന്നു. 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യം: അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതു നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു. അടുത്തത് 9-ാമത്തെ വാക്യം: അപ്പോൾ അവൻ അരുളിച്ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ദൈവത്തിൻ്റെ നല്ല തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഒഴിച്ചുകൂടാത്ത 2 ഘടകങ്ങൾ അത്യന്താപേക്ഷിതമാണ്. 1 ദർശനം, 2 ആവേശം. ദർശനവും ആവേശവും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വിജയകരമായ ജീവിതമായി മാറുവാനിടയാണ്. അധ്വാനമില്ലാത്ത ദർശനം ഒരു ദിവ്യ സ്വപ്നക്കാരനെ ഉളവാക്കുമ്പോൾ അധ്വാനത്തോടുകൂടിയുള്ള ദർശനം ഒരു മിഷണറിയാണ് ഉളവാക്കുന്നത്. നമ്മൾ യെശയ്യാ പ്രവചനം 6-ന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവം യെശയ്യാവിനെ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം പറഞ്ഞത്. എന്നാൽ രാജകൊട്ടാരത്തിൽ അവൻ്റെ വാസം സുഖമായി മുന്നോട്ട് പോയത് അവൻ്റെ ദർശനത്തെ തകർക്കുവാൻ, അല്ലെങ്കിൽ ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾ തകർക്കുവാൻ, അല്ലെങ്കിൽ അതിനെ മറന്നു കളയുവാൻ ഇടയായി തീരുകയും. നമുക്കറിയാം, ഉസിയ രാജാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് ദർശനമുണ്ടായി. ക്രിസ്തവം കർത്താവിനെ സംബന്ധിച്ച് പൂർണ്ണ ദർശനത്തിന് പലപ്പോഴും നിങ്ങളെ തടയുന്ന ചില തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. അത് ചിലപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആ ഒരു ദർശനം പ്രാപിക്കുവാൻ കഴിയാതെ, നമ്മുടെ മുൻപോട്ട് വിടുവാൻ കഴിയാതെ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആ തടസ്സങ്ങൾ നമ്മളിൽ നിന്നും മാറ്റിയെടുക്കുവാൻ നമുക്കൊരു ആവേശം ആവശ്യമാണ്. പ്രാർത്ഥനയിൽ ഒരു ആവേശം ആവശ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 3 വിധത്തിലുള്ള ദർശനമാണ് യെശയ്യാവിനുണ്ടായത്. 3 വിധത്തിലുള്ള ദർശനം. അതാണ് നമ്മൾ കുറിവാക്യത്തിൽ ഓരോന്ന് വായിച്ചത്. വാക്യം 5: അയ്യോ കഷ്ടം, ഒരു ഏറ്റുപറച്ചിൻ്റെ വാക്കാണ്. 2-ാമത്തെ 7-ാമത്തത് ഇതാ. കാരണം ഇതാ എന്ന് പറയുമ്പോൾ ശുദ്ധീകരണത്തിൻ്റെ വാക്കാണ്. ഇനി 9-ാമത്തെ വാക്യം നീ ചെന്ന്, അത് നിയമത്തിൻ്റെ വാക്കാണ്. ക്രിസ്തലോ ഈ 3 കാര്യത്തെ നമ്മൾ ഒന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഉയരത്തിലേക്ക് നോക്കുകയും അവൻ കർത്താവിനെ കണ്ടപ്പോൾ അത് മേലിൽ നിന്നുള്ള ദർശനമായി മാറി. അവൻ സ്വയത്തെ കണ്ടപ്പോൾ അത് ആന്തരികമായ ദർശനമായി മാറി. അവൻ ലോകത്തെ കണ്ടപ്പോൾ അത് ബാഹ്യമായ ദർശനമായി. ഈ 3 അനുഭവത്തിലൂടെയാണ് യെശയ്യാവ് മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ലഭിച്ച ദർശനത്തെക്കാൾ ഉയർന്ന ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. കാരണം സഹസ്രാബ്ദങ്ങളായി കോടിക്കണക്കിന് ആളുകളെ നശിപ്പിക്കുവാൻ, ഈ ലോകത്തിലെ അന്ധകാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇരുമ്പ് മുറിയെ തകർക്കുവാൻ നമുക്ക് കഴിയാതെ വന്നപ്പോൾ ഒരാഴമേറിയ ദർശനം ഉള്ളവർക്ക് മാത്രമേ അതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു വിശുദ്ധ ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ കരത്തിൽ ഘോരമായ ഒരു ആയുധമാണ്. അതെ, ദൈവം നമുക്കൊരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് മുമ്പിൽ നമ്മൾ വീണു പോകാതെ ആ ദർശനം നമ്മൾ കയ്യിലേന്തി ധൈര്യത്തോടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥന അനിവാര്യമാണ്. ഒരു പ്രാർത്ഥനയുടെ ശക്തി അനിവാര്യമാണ്. പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെ മാറ്റിക്കളയുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ യെശയ്യാവിനെ പോലെ ഉസിയ രാജാവ് നമ്മളെ ഭരിപ്പാനിടയായിത്തീരും. ചില ദർശനം പ്രാപിച്ച് ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.